ഇത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് 18 ഇത് ബുക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് കറ പോണില്ലാതെ തിരിച്ചയക്കുന്ന ആളുകളും ഉണ്ട്. ഇത് കറ പോവാനല്ല, ഞാനിത് പ്രത്യേകം ഉപയോഗിക്കുന്നത് നമ്മളെ വണ്ടിന്റെ വൈപ്പർ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ഒന്ന് വരി, ഞാനിതൊന്ന് ഉപയോഗിക്കാൻ കാണിച്ചു തരാം. വാടാ, ഇതൊന്ന് പിടിച്ച. ഇത് 1 ലിറ്റർ വെള്ളമാണ്. ഇതിലേക്ക് ഇത് 10 ml, അതിൽ 15 ml ഒരു ലിറ്ററിന് ഒഴിക്കണോ. ഇതാ ഒരു നേരെ പിടിച്ചോ. അതാ 15 ml ഇത് ഞാൻ ഒഴിച്ചിക്കണ്. അത് മൂടിയിട്ട് കുലുക്കിക്കോ. പിന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം കുലുക്കി അടിമുകളിൽ മിക്സ് ആക്കുക. എന്നിട്ട് ഇത് തുറക്കുക. ഈ സാധനം ഫുള്ള് വെച്ചാൽ വണ്ടിന്റെ ഗ്ലാസിന്റെ മുകളിലുള്ള കച്ചറകൾ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സേറ്റിന്റെ കറ പോവാനും ക്ലോസറ്റിന്റെ കറ കോയൽക്കിണറിന്റെ കറ പോവാനൊന്നല്ല. അങ്ങനെ ഇതിന്റെ 8 ഉപയോഗങ്ങൾ ഇതിന്റെ വീഡിയോ പോയി കണ്ടാലറിയാം. അത് നിങ്ങൾ ഇതിന്റെ ആ ഷോപ്പിനെ എന്ന് പറഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉപയോഗം ഇതിൻ്റെതായിട്ടുള്ള വീഡിയോ അതിലുണ്ട്. അതിൽ ഇതിന്റെ ഉപയോഗം കാണിക്കും. ഞാനൊരു ഉപയോഗം ഞാൻ തന്നെ നിന്ന് കാണിച്ചു തരുന്നത് തെറ്റിപ്പോണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ ഉപയോഗം കാണിക്കുന്നത്. ഇനി വൈപ്പർ അടിച്ചിട്ട് ഇതൊന്ന് അടിച്ചട്ടെ. ഒന്ന് വൈപ്പർ അടിക്കടാ. ഈ വൈപ്പറിൽ ഇതിന്റെ ഈ ഓയിലിന്റെ റോട്ടിലുള്ള ഓയിലിന്റെ കറി ചളിയും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് അടിക്കുന്നത്. ഇത് ഗ്ലാസ്സിൽ ഡീസലും ചളിയും എല്ലാ കച്ചറിയും ഈ നമ്മൾ ചിലപ്പോൾ ഫോഗ് വരുന്നിടത്തൊക്കെ ആയിട്ട് വരുമ്പോൾ കാണുമ്പോഴൊക്കെ നമുക്ക് ഗ്ലാസ് അപ്പോൾ ക്ലിയർ ആക്കാൻ വൃത്തിയാക്കാൻ മാക്സിമം നീറ്റാവും ഗ്ലാസ്. ഇത് ഞാൻ ഇതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഷാമ്പു ഒക്കെയാണ് വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് മറ്റുള്ള സാധനങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ പേരും പറഞ്ഞ് വാങ്ങും. ഇത് ഞാൻ മെയിനായിട്ട് ഇതിനാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ ഗ്ലാസ് അങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നതാ. അത് പറയാനാണ് ഈ വീഡിയോ മാത്രമായിട്ട് കാണിച്ചത്. ഈ 18 ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിക്ക് നമ്മൾ വൈപ്പറിന് വേണ്ടി ഉപയോഗിക്കുകയാണ് പൊടി ഇതാവണേക്ക്. പക്ഷെ ഇതിന്റെ ഉപയോഗം ഇതിൽ നമ്മളിപ്പോൾ ഡൈനിങ് ടേബിൾ ഒരു സ്മെല്ലുണ്ടാവും. നമ്മൾ മീനിന്റെ മാംസത്തിനൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ തുടയ്ക്കാൻ പറ്റും. നല്ല ഇത് വൃത്തിയാക്കി അത് തുടയ്ക്കുക. കിച്ചൺ തുടയ്ക്കുക, ഫ്രിഡ്ജ് തുടയ്ക്കുക, ഫ്രിഡ്ജിന്റെ അകം തുടയ്ക്കുക, ഒക്കെ നീറ്റാക്കി ക്ലീനാക്കി ഉപയോഗിക്കുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയ സ്പ്രെയർ ആക്കിയിട്ട് ഇതിനെ നമ്മൾ സാനിറ്റൈസിങ്ങിന്റെ ഒരു ഉപയോഗം നടക്കും. നമ്മൾ ട്രെയിനിലാണെങ്കിലും മറ്റുള്ള പബ്ലിക് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുക. നമ്മളൊന്ന് വെറുതെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിന് നമ്മളൊന്ന് വെള്ളമടിച്ച് അത് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ ക്ലീനായി കിട്ടും. അങ്ങനെയുള്ള 8ഓളം ഉപയോഗങ്ങൾ, 1ഉം 2ഉം ഞാൻ പറയുന്നത്. 8ഓളം ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞ് ടേബിൾ പഠിക്കുക, കിച്ചൺ ഉപയോഗിക്കുക, സാനിറ്റൈസിങ് ആയിട്ട് ഉപയോഗിക്കുക, ഒരു നല്ല സ്മെല്ലുമാണ്. ഈ 8ഓളം ഉപയോഗങ്ങൾ ഞാനീ പറഞ്ഞ പരസ്യം വരുമ്പോൾ അതിൽ ഷോപ്പ് നോവിൽ കുത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾ ബാക്കോട്ട് പോയി ഇതിൽ പോയി 18 കയറി അതിന്റെ വീഡിയോസ് കണ്ടാൽ ഇതിന്റെ 8 ഉപയോഗങ്ങളും കൃത്യമായിട്ട് അതിൽ പറയും. എന്നിട്ട് ഇതും നിങ്ങൾക്ക് തൃപ്തിയാവണമെങ്കിൽ നിങ്ങൾ തിരിച്ചയച്ചാൽ നിങ്ങളെ പൈസ തിരിച്ച് അക്കൗണ്ടിൽ തന്നെ വരും. അതിന് പോക്കുവരവിന്റെ ചെലവൊന്നും ഈടാക്കുന്നതല്ല. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോക്കും ആളുകൾ ചോദിക്കുമ്പോൾ ഞാനും സത്യത്തിൽ കൺഫ്യൂഷൻ ആവും. ഇതുകൊണ്ട് കറ പോവോ, കറ പോണോണ്ട് ഇത് ഉപയോഗിക്കോ, അൾട്രാ പവർ ക്ലോസറ്റും ബേസിന് ഉപയോഗിക്കാം, കോയൽക്കിണറുള്ളതിന് ഉപയോഗിക്കാം, ഇത് പോവോ. അല്ല, അൾട്രാ പവറിന്റെ ഉപയോഗം അതിന്റെ ഉപയോഗമാണ്. 18 ഉപയോഗം വേറെയാണ്. മറ്റേ സ്റ്റെയിൻ റിമൂവറിന്റെ ഉപയോഗം വേറെ. ഇതൊക്കെ ഈ കാണുന്ന വെബ്സൈറ്റിൽ ഇതിലൊക്കെ കയറിയ ഇതിന്റെ ഉപയോഗങ്ങൾ കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. വ്യക്തമായിട്ട് കാണാൻ പറ്റും. പറഞ്ഞത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും ആയിട്ടില്ലെങ്കിൽ ഈ ഷോപ്പ് നോയിൽ ബട്ടണിൽ പോയാൽ വാട്സപ്പിന്റെ ഒരു മാർക്കാണ്. അതിൽ നിൽക്കിയാൽ നേരെ കസ്റ്റമർ കെയറിൽ പോയാൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങളെ ഉപയോഗത്തിന്റെ ആവശ്യം എന്താണ്, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കണമെന്ന് അവിടുന്ന് നിർദ്ദേശം തരും. നിങ്ങൾക്ക് അവിടുന്ന് ബുക്ക് ചെയ്യുക, ഇത് ചെയ്തിട്ട് സാധനം വാങ്ങാം. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിന് തൃപ്തിയായിട്ടില്ലെങ്കിൽ ഈ സാധനം വന്ന പോലെ തിരിച്ചയക്കാൻ അവിടെ കസ്റ്റമർ കെയറിൽ കൊടുത്താൽ ആൾ വന്ന് കൊണ്ടുപോകും. അതിന്റെ പൈസ നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. ഇതിന്റെ മുകളിൽ വേറെ യാതൊരു പറഞ്ഞു പറ്റിക്കലുമില്ല എന്ന് പറയാനാണ് വീണ്ടും പറയുന്നത്.